ഇറാന്റെ പരമോന്നതനായ നേതാവ് അയത്തുള്ള അൽ ഖമേനി തന്നെയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് പോയ ഒരു 10-60 വർഷമായി ഇറാനെ നയിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, പതിറ്റാണ്ടുകൾ അമേരിക്കയുടെ പ്രതിരോധത്തിനും അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും ആജ്ഞകൾക്കും തിട്ടൂരത്തിനും ഒന്നും കീഴടങ്ങാതെ ഇറാന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ചിരുന്ന അവരുടെ പരമോന്നത നേതാവാണ് അവർക്ക് സംയുക്താക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിയും, അത് അലി ഷംഖാനിയാണ്, സെക്യൂരിറ്റി കൗൺസിലിന്റെ തലവൻ, ഡിഫൻസ് കൗൺസിലിന്റെ സെക്രട്ടറി, ഖമേനിയുടെ മുഖ്യ ഉപദേശകൻ. ഈ 3 റോളുകളിൽ ഇറാന്റെ നട്ടല്ലായി നിന്നിരുന്ന മറ്റൊരാളെ കൂടിയാണ് ഈ ആക്രമണത്തിൽ ഇറാന് നഷ്ടപ്പെട്ടത്. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദ് പാക്പൂർ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ, ഇറാന്റെ ഏറ്റവും വലിയ പ്രതിരോധം നയിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൂടിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഇനി മറ്റൊരു നിര നേതാക്കളെ കൂടി നമുക്ക് കാണാൻ കഴിയും. അവരാരൊക്കെയാണ് എന്നതുകൂടി നമുക്ക് ഇവിടെ നിന്ന് പരിശോധിച്ചു തുടങ്ങാം. ഇത് സയ്യിദ് അബ്ദുൾ റഹീം മുസാവി, സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നു ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഇറാന്റെ അടുത്ത നേതാവ്. ഇന്റലിജൻസിന്റെ മേധാവിയായിരുന്ന ഉദ്യോഗസ്ഥനെ കൂടി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. സാലിഖ് അസദി, പ്രമുഖ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തെയും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇറാന് ഈ ആക്രമണ പരമ്പരകൾക്കുള്ളിൽ. അടുത്തയാൾ നമുക്ക് പരിശോധിക്കാം. റൈസ മുസാഫിറിനിയ, പ്രധാന ഗവേഷണ ഉദ്യോഗസ്ഥനാണ്. നൈസ മുസാഫിറിനിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇദ്ദേഹം മുഹമ്മദ് ഷിറാസി, പ്രതിരോധ വിഭാഗം ഏകോപിപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല ഇറാന്റെ രാഷ്ട്രീയ മേഖലയിൽ ഏറ്റവും സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഒരുപക്ഷെ ഖമേനിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയായിരുന്നു ഇടക്കാലത്ത് മുഹമ്മദ് ഷിറാനി. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് അസീസ് നസീർ സാദെ, പ്രതിരോധ മന്ത്രിയാണ്. ഇത്രയും ആളുകളെയാണ് ഇറാന് ഈ ആക്രമണ പരമ്പരയിൽ നഷ്ടപ്പെട്ടിരുന്നത്. ഇവരിൽ 8 പേരെയാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞത്. ഇറാനിലെ പ്രധാന ഉദ്യോഗസ്ഥരെ എല്ലാവരെയും തന്നെ ഈ ആക്രമണ പരമ്പരയ്ക്കൊടുവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇറാൻ എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 10-24 മണിക്കൂറിൽ ഇറാനു നേരെ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണം എത്രത്തോളം ഇറാന്റെ നട്ടെല്ല് ഒടിക്കുന്ന ആക്രമണ പരമ്പരകളാണ് എന്നത് വ്യക്തമാകുന്ന ഒന്നായിരുന്നു ഇത്. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായിരിക്കെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ US കോൺസുലേറ്റിന് സമീപത്തും കലാപമുണ്ടായിരിക്കുന്നു.